തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാന ലാപ്പിൽ കൊട്ടിക്കലാശം. രാഹുൽ ഗാന്ധിക്കെതിരെ അധിക്ഷേപ പരാമർശവുമായി PV അൻവർ MLA. നെഹ്റു കുടുംബത്തിൽ നിന്നുള്ളയാളാണോ രാഹുൽ ഗാന്ധി എന്ന് സംശയമുണ്ടെന്നും DNA പരിശോധിച്ച് പാരമ്പര്യം ഉറപ്പാക്കണമെന്നും PV അൻവർ. അധിക്ഷേപ പരാമർശത്തിൽ കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. അണമുറിയാതെ ആരോപണങ്ങളും വിവാദങ്ങളും നിഴലിച്ച തെരഞ്ഞെടുപ്പ് പ്രചാരണം അതിന്റെ കൊട്ടിക്കലാശത്തിലേക്ക് എത്തുന്നു. തെരഞ്ഞെടുപ്പ് ഫലം സംസ്ഥാന സർക്കാരിന്റെ വിലയിരുത്തലാകുമോ എന്ന ചോദ്യത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മറുപടി രാജ്യത്തിന്റെ നിലനിൽപ്പിനായുള്ള തെരഞ്ഞെടുപ്പെന്ന്. BJPയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റിന് ഇനിയൊരു ഊഴം കൂടി ലഭിച്ചാൽ അത് രാഷ്ട്രത്തിന് തന്നെ വലിയ അപകടമുണ്ടാക്കും എന്ന തിരിച്ചറിവാണ് ജനങ്ങൾക്കുണ്ടായിട്ടുള്ളത്. തെരഞ്ഞെടുപ്പിൽ കർശന സമദൂര നിലപാടെന്ന് NSS പ്രഖ്യാപിച്ചു. സ്ഥാനാർത്ഥികളെ നോക്കി സമുദായാംഗങ്ങൾക്ക് വോട്ട് ചെയ്യാമെന്ന് ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ. ഭരണഘടനയെ സംരക്ഷിക്കുന്ന ഭരണാധികാരി വരണമെന്നാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നതെന്നും ഇന്ത്യ മുന്നണി വിജയിക്കുമെന്നും ലീഗ് അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി തങ്ങൾ. ഓരോ ഇലക്ഷനും വിഷയാധിഷ്ഠിതമാണ്. ഇന്നത്തെ ഈ ഇലക്ഷനിൽ ദേശീയ വിഷയമാണ്. അത് നമ്മുടെ ഒരു ദേശീയ ഗവൺമെൻറ്, ആ ഗവൺമെൻറ് എങ്ങനെ ആയിരിക്കണം എന്നാണ് ജനങ്ങൾ തീരുമാനിക്കുന്നത്. അതിനുള്ള അധികാരമാണ് ജനങ്ങൾക്കുള്ളത്. ആ അധികാരം അവർ പ്രയോഗിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ന്യൂനപക്ഷങ്ങളെന്നാൽ LDFനും UDFനും ഒരു കണ്ണ് മാത്രമെന്ന് K. സുരേന്ദ്രൻ ആരോപിച്ചു. ന്യൂനപക്ഷങ്ങൾ എന്ന് പറഞ്ഞാൽ കേരളത്തിൽ LDFനും UDFനും ഒരു കണ്ണ് മാത്രമേ ഉള്ളൂ. അവർ രണ്ട് കണ്ണും തുറന്ന് കാണുന്നേയില്ല. പ്രധാനപ്പെട്ട രണ്ട് ന്യൂനപക്ഷങ്ങളുടെ കാര്യത്തിൽ വ്യാപകമായ ഇരട്ടത്താപ്പും വഞ്ചനയുമാണ് കാണിക്കുന്നത്. തിരുവനന്തപുരത്തെ NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറിന്റെ പത്രിക തള്ളണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി ഹൈക്കോടതി തള്ളി. തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ ആരംഭിച്ച സാഹചര്യത്തിൽ ഇടപെടാനാകില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഹർജി തള്ളിയത്. 24 തിരുവനന്തപുരം. തൃശൂർ പൂരത്തിലെ പോലീസ് ഇടപെടലിൽ ഹൈക്കോടതി സർക്കാരിനോട് വിശദീകരണം തേടി. പൂരവുമായി ബന്ധപ്പെട്ട വിവാദം പരസ്പരം ആയുധമാക്കുകയാണ് LDFും UDFും. വിഷയം തെരഞ്ഞെടുപ്പിൽ ഉന്നയിക്കേണ്ടെന്നാണ് BJPയുടെ നിലപാട്. അതിനിടെ പാറമേക്കാവ് ദേവസ്വത്തിനെതിരെ അമിക്കസ് ക്യൂറി രംഗത്തെത്തി. തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ പൂരവിവാദത്തിൽ BJPക്കെതിരെ ആഞ്ഞടിക്കുകയാണ് LDF. വിവാദം വോട്ടാക്കാൻ ചില മുന്നണികൾ ശ്രമിച്ചുവെന്ന LDF സ്ഥാനാർത്ഥി VS സുനിൽകുമാർ 24നോട്. അപ്പോൾ ഈ പൂരം പൊളിച്ചു എന്ന് പറയുന്നവരുടെ നേട്ടമുണ്ടാക്കുന്ന ആരാണ്? ഇനി ബെനിഫിഷ്യറീസ് ആയിട്ടുള്ള ആൾക്കാരാണ് ഇതിൻ്റെ യഥാർത്ഥ പ്രതികൾ എന്നുള്ളത് ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. പക്ഷേ ചില ആളുകൾ ചെന്ന് വളരെ സന്തോഷത്തിലാണ്. എന്താണ് ഈ ഒരു പ്രതിസന്ധി എങ്ങനെ ഞങ്ങൾക്ക് വോട്ടാക്കി മാറ്റാമെന്ന് വിചാരിച്ച് ഇതിനെ ശബരിമലയാക്കി കളയാമെന്ന് പറഞ്ഞു പോയ ആളുകളും ഇക്കൂട്ടത്തിലുണ്ട്. പൂരവുമായി ബന്ധപ്പെട്ട ഒരാചാരവും മുടക്കിയിട്ടില്ലെന്ന മന്ത്രി K. രാജൻ. ഈ പൂരത്തിൽ ഒരാചാരവും മുടങ്ങിയില്ല. ഒരാചാരവും പൂരം നടത്തിപ്പുമായി മുടങ്ങിയില്ല. വെടിക്കെട്ടിൻ്റെ സമയത്തിന് വൈകി. അത് ആ പ്രശ്നം പരിഹരിക്കപ്പെട്ടതിന് ശേഷം സ്വരാജ് റൗണ്ടിൽ നിന്ന് തള്ളിക്കയറി വന്ന ആളുകളെ കൂടി ഒഴിവാക്കാനുള്ള സമയമെടുക്കുകയും പൂരത്തിൻ്റെ നിറയ്ക്കാനുള്ള സമയത്തിന് ഇത്തിരി അധിക നേരം എടുക്കൊണ്ടാണ്. പൂരവിവാദം തൃശൂരിൽ തെരഞ്ഞെടുപ്പ് വിഷയമല്ല എന്ന നിലപാടിലാണ് NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപി. പൂരത്തിന് ശേഷം ചിലയിടങ്ങളിൽ BJP രണ്ടാം സ്ഥാനത്തെത്തിയെന്ന് പറഞ്ഞ UDF സ്ഥാനാർത്ഥി K. മുരളീധരൻ പൂരത്തിന് പോലീസ് അഴിഞ്ഞാടാൻ കാരണം സംസ്ഥാന സർക്കാരാണെന്നും കുറ്റപ്പെടുത്തി. ഒരു പൂരം നടത്തിപ്പ് ഭംഗിയാവേണ്ട ഘട്ടത്തിൽ അതിന് വിഘ്നം സംഭവിച്ചാൽ ഇടപെടാനുള്ള അധികാരം മന്ത്രിമാർക്കുണ്ട്, ഗവൺമെൻറ്റിനുണ്ട്. അതുകൊണ്ട് പൂരം സമയത്ത് പോലീസ് അഴിഞ്ഞാടിയതിന് ഉത്തരവാദി സർക്കാർ തന്നെയാണ്. എത്ര കൈകഴുകിയാലും സർക്കാരിന് ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് മാറാൻ സാധ്യമല്ല. പൂരത്തിലെ പോലീസ് ഇടപെടലിൽ സർക്കാർ ഉൾപ്പെടെയുള്ളവരോട് ഹൈക്കോടതി വിശദീകരണം തേടി. ആചാരങ്ങളിലടക്കം പോലീസ് ഇടപെട്ടെന്നാണ് ഹർജിക്കാരന്റെ ആരോപണം. ഹർജി അടുത്ത മാസം 22-ന് വീണ്ടും പരിഗണിക്കും. ഇതിനിടെ പാറമേക്കാവ് ദേവസ്വത്തിനെതിരെ അമിക്കസ് ക്യൂറി രംഗത്തെത്തി. ഹൈക്കോടതി ഏത് ഉത്തരവിട്ടാലും അനുസരിക്കില്ലെന്ന് ദേവസ്വം സെക്രട്ടറി രാജേഷ് പറഞ്ഞെന്നാണ് റിപ്പോർട്ടിലെ പരാമർശം. 24 തൃശൂർ. തെരഞ്ഞെടുപ്പിൽ ഓർത്തഡോക്സ് സഭയ്ക്ക് സമദൂര നിലപാടെന്ന് ഓർത്തഡോക്സ് സഭാ പരമാധ്യക്ഷൻ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാത്തോലിക്ക ബാവ. രാഷ്ട്രീയ മുതലെടുപ്പിന് വരുന്നവരെ തിരിച്ചറിയാനുള്ള ശേഷി വിശ്വാസികൾക്കുണ്ട്. സഭാ തർക്കത്തിൽ സർക്കാർ ചർച്ചയ്ക്ക് വിളിച്ചാൽ ഇനിയും സഹകരിക്കുമെന്നും ഓർത്തഡോക്സ് സഭാ പരമാധ്യക്ഷൻ 24നോട് പറഞ്ഞു. നമുക്ക് യാതൊരു പാർട്ടിയോടും പ്രത്യേക വിരോധവും ഇല്ല, യാതൊരു പാർട്ടിയോടും പ്രത്യേക ആഭിമുഖ്യവുമില്ല.
അങ്ങനെയൊരു സമദൂര സിദ്ധാന്തമാണ് നമുക്കുള്ളത്. ഇതുവരെയുള്ള ചർച്ചകളുടെ തുടർ ചർച്ചകളും ഉണ്ടാകുമായിരിക്കാം. അത് ഗവൺമെൻറ്റിൻ്റെ കാര്യമാണ്. ഗവൺമെൻറ് അത് എങ്ങനെ പ്രൊഫഷണൽ ചെയ്യുന്നു എന്നുള്ളത് നമുക്കറിയില്ല. അതിൽ നമ്മൾ ചർച്ചയ്ക്ക് വിളിച്ചാൽ നമ്മൾ പോകാൻ തയ്യാറാണ്. വിശ്വാസികൾക്കറിയാം ആർക്ക് വോട്ട് ചെയ്യണമെന്ന്, അവരത് ചെയ്തോളൂ. നമ്മൾ പ്രത്യേകിച്ച് രജിസ്ട്രേഷൻ ഒന്നും കൊടുക്കേണ്ട ആവശ്യം. നീതിയും സത്യവും നടപ്പാക്കണം, ഇത് മാത്രമേ സഭയ്ക്കുള്ളൂ. ഗോത്രങ്ങൾ തമ്മിലുള്ളതായ ഫൈറ്റുകളൊക്കെ ഉണ്ടാകാം, പക്ഷേ ഗോത്രങ്ങൾ തമ്മിലുള്ളതായ ഫൈറ്റിനിടയ്ക്ക് മതപരമായിരിക്കുന്ന സമീപനം ഭരിക്കുന്ന പാർട്ടിയോ പ്രതിപക്ഷമോ ആരും അതിനകത്ത് ഉൾപ്പെടുത്താൻ പാടില്ല. രാജസ്ഥാനിലെ വിവാദ പരാമർശത്തിൽ ഉറച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത് മുഴുവൻ സത്യമാണെന്നും ഒരു വിഭാഗത്തിന്റെ സമ്പത്ത് കോൺഗ്രസുകാർ തട്ടിയെടുക്കുമെന്നും മോദി ആവർത്തിച്ചു. മോദിയുടെ വിവാദ പ്രസംഗത്തിനെതിരായ പരാതി പരിശോധിച്ചു വരികയാണെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. വോട്ടിനു വേണ്ടിയാണ് മോദി ജനങ്ങളെ ഭിന്നിപ്പിക്കുന്നതെന്ന് മല്ലികാർജ്ജുന ഖർഗെ കുറ്റപ്പെടുത്തി. പ്രധാനമന്ത്രി നിയമത്തിന് അതീതനല്ലെന്ന് CPIM നേതാവ് ബൃന്ദ കാരാട്ടും പറഞ്ഞു. മുസ്ലിങ്ങൾക്കെതിരായി രാജസ്ഥാനിൽ നടത്തിയ വിവാദ പരാമർശം ശരിയാണെന്നാണ് ഇന്ന് പ്രധാനമന്ത്രി ആവർത്തിച്ചത്. കോൺഗ്രസുകാർ നിങ്ങളുടെ സമ്പത്ത് കൊള്ളയടിക്കുമെന്നും ഒരു പ്രത്യേക വിഭാഗത്തിനത് നൽകുമെന്നും നരേന്ദ്രമോദി രാജസ്ഥാനിൽ ഇന്നും ആവർത്തിച്ചു. मैंने सत्य रखा देश के सामने। कांग्रेस आपकी संपत्ति छीनकर उनके खास लोगों को बांटने की गहरी साजिश रचकर बैठी है. വിവാദ പ്രസംഗത്തിനെതിരെ പരാതി ലഭിച്ചതായും പരിശോധിച്ചു വരികയാണെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. പ്രസംഗത്തിന്റെ ദൃശ്യങ്ങളും ഉള്ളടക്കവും ഹാജരാക്കാൻ രാജസ്ഥാനിലെ ബൻവാഡ ജില്ലാ ഭരണകൂടത്തിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകി. രാജ്യത്തെ ജനങ്ങളെ ഭിന്നിപ്പിക്കാനുള്ള മോദിയുടെ തന്ത്രമാണ് വർഗീയ പരാമർശങ്ങളെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ കുറ്റപ്പെടുത്തി. പ്രധാനമന്ത്രി നിയമത്തിന് അധീനനല്ലെന്ന് CPIM PB അംഗം ബൃന്ദ കാരാട്ട് പ്രതികരിച്ചു. The Prime Minister is a citizen of India. The Prime Minister is not above the citizens of India. The Prime Minister is not above the law of India. The Prime Minister has to accept the laws of India. പ്രധാനമന്ത്രി വിഷലിപ്തമായ വർഗീയ പ്രചരണത്തിന് നേതൃത്വം നൽകുകയാണെന്നും BJP വർഗീയ കാർഡിറക്കി കളിക്കുകയാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ വിമർശിച്ചു. ഭിന്നിപ്പിന്റെ പ്രസ്താവനകൾ അവസാനിപ്പിക്കണമെന്ന് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ആവശ്യപ്പെട്ടു. പരാമർശത്തിനെതിരെ KPCC വർക്കിംഗ് പ്രസിഡന്റ് TN പ്രതാപൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. ഇന്ത്യ സഖ്യത്തിന്റെ മുന്നേറ്റത്തിൽ ഭയന്നാണ് BJP നേതാക്കളുടെ വിദ്വേഷ പ്രസംഗമെന്ന് കോൺഗ്രസ് നേതാവ് സച്ചിൻ പൈലറ്റ് പ്രതികരിച്ചു. 24 ഡൽഹി. രാഹുൽ ഗാന്ധിക്കെതിരായ അധിക്ഷേപ പരാമർശവുമായി PV അൻവർ MLA. രാഹുൽ ഗാന്ധി നെഹ്റു കുടുംബത്തിൽ നിന്നുള്ളയാളോ എന്നും പാരമ്പര്യം DNA പരിശോധിച്ച് മനസ്സിലാക്കണമെന്നും PV അൻവർ പറഞ്ഞു. പരാമർശത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കോൺഗ്രസ് പരാതി നൽകി. നെഹ്റു കുടുംബത്തിൽ ഇങ്ങനെ ഒരു മനുഷ്യൻ ഉണ്ടാവും? എനിക്ക് ആ കാര്യത്തിൽ നല്ല സംശയമുണ്ട്. രാഹുൽ ഗാന്ധിയുടെ DNA പരിശോധിക്കണമെന്ന അഭിപ്രായക്കാരനാണ്. രാഹുൽ ഗാന്ധി മോഡിയുടെ ഏജന്റാണോ എന്ന് ആലോചിക്കേണ്ടിടത്തേക്ക് കാര്യങ്ങൾ തിരിക്കുകയാണ്. മണ്ണാർക്കാട് ഇടത്തനാട്ടുകരയിൽ A വിജയരാഘവന് വോട്ടഭ്യർത്ഥിച്ച് LDF ലോക്കൽ കമ്മിറ്റി സംഘടിപ്പിച്ച പൊതുയോഗത്തിലാണ് PV അൻവറിന്റെ പരാമർശം. നെഹ്റു കുടുംബത്തെയും രാഹുൽ ഗാന്ധിയെയും നികൃഷ്ടമായ ഭാഷയിൽ അപമാനിച്ച അൻവറിനെതിരെ കേസെടുക്കണമെന്ന് KPCC ആക്ടിംഗ് പ്രസിഡന്റ് MM ഹസൻ ആവശ്യപ്പെട്ടു. അൻവറിനെ കയറൂരി വിടുന്നത് മുഖ്യമന്ത്രിയാണെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. ശ്രീപെരുമ്പത്തൂരിന്റെ മണ്ണിൽ പെടഞ്ഞു മരിച്ച് രാജീവ് ഗാന്ധി എന്ന് പറഞ്ഞ നേതാവ്, ലോകം മുഴുവൻ ആരാധിക്കുന്ന നേതാവിനെയാണ് ഒരു മാർക്സിസ്റ്റ് MLA അധിക്ഷേപിച്ചിരിക്കുന്നത്. ഞാൻ കരുതിയത് മുഖ്യമന്ത്രി പിണറായി വിജയനെ തള്ളി പറയുമെന്ന്. പക്ഷേ അദ്ദേഹം അതിനെ ന്യായീകരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അറിവോടുകൂടി അദ്ദേഹത്തിന് ആവശ്യപ്പെട്ടിട്ടാണ് PV അൻവർ ഇത്തരം മോശമായൊരു പ്രസ്താവന ശ്രീ രാഹുൽ ഗാന്ധിക്കെതിരെ നടത്തിയതെന്ന് വ്യക്തമാകുന്നു. അധിക്ഷേപ പരാമർശത്തിൽ ഉറച്ചു നിൽക്കുകയാണ് PV അൻവർ MLA. ആ വിഷയത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുകയാണ്. കാരണം നെഹ്റു കുടുംബത്തിൽ നിന്നൊരു വ്യക്തിയിൽ നിന്ന് ഇന്ത്യൻ ജനത ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള വ്യക്തമായ പരാമർശം നടത്തിയിട്ടുണ്ട്. മതേതരത്വത്തോടൊപ്പം എല്ലാ ജീവിതവും നൽകിയ സഖാക്കളുടെ നാടാണ് കേരളം. PV അൻവർ MLAയെ ന്യായീകരിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്തെത്തി. പറയുമ്പോൾ ശ്രദ്ധിക്കണം ഇത്തരം കാര്യങ്ങൾ. രാഹുൽ ഗാന്ധി പറയുമ്പോൾ അത് തിരിച്ചു കിട്ടുമെന്ന് നല്ലോണം കണക്കാക്കിക്കൊള്ളണം. അങ്ങനെ തിരിച്ചു കിട്ടാതിരിക്കത്തക്ക ഒരു വ്യക്തിത്വമൊന്നുമല്ല രാഹുൽ ഗാന്ധിയുടെ. അൻവറിന്റെ പ്രസ്താവനയെക്കുറിച്ചുള്ള ചോദ്യങ്ങളിൽ നിന്ന് പാലക്കാട്ടെ ഇടതു സ്ഥാനാർത്ഥി A വിജയരാഘവൻ ഒഴിഞ്ഞുമാറി. രാഹുൽ ഗാന്ധിക്കെതിരായ അൻവർ MLAയുടെ അധിക്ഷേപ പരാമർശം അവസാന ലാപ്പിൽ ചർച്ചാ വിഷയമാക്കാൻ തന്നെയാണ് UDF തീരുമാനം.
ഒഴിവാക്കാമായിരുന്ന വിവാദമെന്നാണ് ഇടത് ക്യാമ്പിലെ സംസാരം. രാജേഷ് സുദേവനൊപ്പം പാലക്കാട് നിന്ന് നിഖിൽ പ്രമേഷ്, 24. ഗുരുതര വെളിപ്പെടുത്തലുമായി ബി.ജെ.പി. നേതാവ് ശോഭാ സുരേന്ദ്രൻ. കണ്ണൂരിലെ മുതിർന്ന CPIM നേതാവിനെ ബി.ജെ.പിയിൽ ചേർക്കാനാണ് വിവാദ ദല്ലാൾ നന്ദകുമാർ താനുമായി സൗഹൃദം സ്ഥാപിച്ചതെന്നാണ് ശോഭാ സുരേന്ദ്രന്റെ വെളിപ്പെടുത്തൽ. TG നന്ദകുമാറിൽ നിന്ന് 10 ലക്ഷം രൂപ വാങ്ങിയത് ഭൂമി ഇടപാടിനെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. കൂടുതൽ തെളിവുകൾ TG നന്ദകുമാർ പുറത്തുവിട്ടതിന് പിന്നാലെയാണ് വിശദീകരണം. ആരോപണങ്ങൾക്ക് പിന്നിൽ കോൺഗ്രസ് എന്ന് അനിൽ ആന്റണി പ്രതികരിച്ചു. ശോഭാ സുരേന്ദ്രന് 10 ലക്ഷം രൂപ നൽകിയതിന്റെ ബാങ്ക് റെസീറ്റ് വിവാദ ദല്ലാൾ TG നന്ദകുമാർ പുറത്തുവിട്ടതിന് മണിക്കൂറുകൾക്കകമാണ് കടുത്ത ആരോപണവുമായി ശോഭാ സുരേന്ദ്രൻ രംഗത്തെത്തിയത്. രാഷ്ട്രീയ പ്രവർത്തക എന്നുള്ള രീതിയിൽ മാർക്സിസ്റ്റ് പാർട്ടിയെ പൊളിക്കാനും മാർക്സിസ്റ്റ് പാർട്ടിയിലെ ഉന്നതനായിട്ടുള്ള നേതാവ് കണ്ണൂർക്കാരനെ BJPയിൽ ചേർക്കാനും ആണ് ദല്ലാൾ നന്ദകുമാർ ഞാനുമായിട്ട് സൗഹൃദം സ്ഥാപിച്ചത്. എന്റെ SBI ബാങ്ക് അക്കൗണ്ടിലേക്ക് 10 ലക്ഷം രൂപ ഞാൻ വാങ്ങിയത് ഈ മനുഷ്യൻ എന്റെ 8 സെന്റ് സ്ഥലം വാങ്ങാൻ വേണ്ടിയിട്ടാണ്. ഭൂമി ഇടപാടിനാണ് പണം വാങ്ങിയതെന്നും സ്ഥലം വാങ്ങാത്തതുകൊണ്ടാണ് പണം തിരികെ നൽകാത്തതെന്നുമാണ് ശോഭാ സുരേന്ദ്രന്റെ വിശദീകരണം. CBI സ്റ്റാൻഡിംഗ് കൌൺസിൽ നിയമനത്തിനായി വന്ന കോൾ ലെറ്റർ, അനിൽ ആന്റണിക്കെതിരായി എറണാകുളം സെൻട്രൽ സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത FIR, പണം നൽകിയ ദിവസത്തെ ഫോട്ടോ എന്നിവയാണ് ഇന്ന് TG നന്ദകുമാർ പുറത്തുവിട്ടത്. NDA വന്നാലും ഇന്ത്യ സഖ്യം വന്നാലും താൻ ഉന്നയിച്ച ആരോപണങ്ങൾ അന്വേഷണ വിധേയമാകുമെന്നും നന്ദകുമാർ. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ പണം കൊടുത്ത ഞാൻ നിയമത്തിന്റെ മുന്നിൽ തെറ്റുകാരനാണ്, പണം സ്വീകരിച്ച അദ്ദേഹവും തെറ്റുകാരനാണ്. അപ്പോൾ രണ്ടുപേർക്കും ഇതിന് ബാധ്യതയുണ്ട്, ഞാനത് പ്രൂവ് ചെയ്യുകയും ചെയ്യും. ആരോപണങ്ങൾക്ക് പിന്നിൽ കോൺഗ്രസ് എന്നും നന്ദകുമാറിനെതിരെ പരാതി നൽകുമെന്നും അനിൽ ആന്റണി. രാഷ്ട്രീയ ലക്ഷ്യം വെച്ചാണ് ആരോപണങ്ങളെന്ന ആക്ഷേപമുള്ളതിനാൽ തെരഞ്ഞെടുപ്പിന് ശേഷം കൂടുതൽ തെളിവുകൾ പുറത്തുവിടുമെന്നാണ് TG നന്ദകുമാറിന്റെ മുന്നറിയിപ്പ്. 24 ഡൽഹി. സമസ്ത ലീഗ് ബന്ധത്തിലെ അനാവശ്യ പ്രചാരണങ്ങൾ ഒഴിവാക്കണമെന്ന് സമസ്ത നേതാക്കൾ. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ലെന്നും നേതാക്കൾ അറിയിച്ചു. സമസ്തയ്ക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിയോടും പ്രത്യേകമായ വിധേയത്വമോ വിരോധമോ ഇല്ലെന്ന് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ 24നോട് പറഞ്ഞു. അതിനിടെ CPIMനെതിരെ രൂക്ഷ വിമർശനവുമായി നാസർ ഫൈസി കൂടത്തായി രംഗത്തെത്തി. സുപ്രഭാതം കത്തിച്ചത് അങ്ങേയറ്റം പ്രതിഷേധാർഹമാണെന്ന് മുഖ്യമന്ത്രിയും പ്രതികരിച്ചു. സമസ്ത ലീഗ് ബന്ധത്തിൽ തകരാറുണ്ടാക്കുകയും തെറ്റിദ്ധാരണകൾ പരത്തുകയും ചെയ്യുന്ന അനാവശ്യ പ്രചാരണങ്ങൾ ഒഴിവാക്കണമെന്നാണ് സമസ്ത നേതാക്കളുടെ പ്രതികരണം. രാഷ്ട്രീയ പാർട്ടികളോടുള്ള സമസ്തയുടെ നിലപാട് നേരത്തെ വ്യക്തമാക്കിയതാണെന്ന് അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ. ലീഗുമായി ബന്ധപ്പെട്ട സെക്രട്ടറി ഉമർ ഫൈസി മുക്കത്തിന്റെ അഭിപ്രായം വ്യക്തിപരമെന്നും ജിഫ്രി മുത്തുക്കോയ തങ്ങൾ 24നോട് പറഞ്ഞു. അതിന് സമസ്ത നയം ഞാൻ കുറെ മുമ്പ് പറഞ്ഞല്ലോ, ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പ് വന്നതിന് ശേഷം. പിന്നെ ഇങ്ങനെ ചോദിക്കേണ്ട ആവശ്യമില്ല, സമസ്തന്റെ നയം ഞാൻ പറഞ്ഞതാണ്, അത് വളരെ വ്യക്തമായി പറഞ്ഞിട്ടില്ല. ഉമർ ഫൈസിയുടെ നിലപാടിനെതിരെ യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ഫിറോസിന്റെ പ്രതികരണം ഇങ്ങനെ. സമസ്തക്ക് രാഷ്ട്രീയമല്ല, സമസ്തയിലുള്ളവർക്ക് രാഷ്ട്രീയമുണ്ട്. സമസ്തയിലുള്ളവരുടെ രാഷ്ട്രീയ മഹാഭൂരിപക്ഷവും ലീഗ് പ്രവർത്തകരാണ്. മറിച്ചുള്ള പ്രചരണങ്ങളൊക്കെ തെറ്റായ പ്രചരണങ്ങളാണ്. അത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ എല്ലാവർക്കും ബോധ്യമാവും. CPIMനെതിരെ വിമർശനവുമായി SYS ഓർഗനൈസിംഗ് സെക്രട്ടറി നാസർ ഫൈസി കൂടത്തായി. കോൺഗ്രസ് അല്ലാത്ത, നെഹ്റുവിന്റെ കുടുംബമല്ലാത്ത ആര് വന്നാലും ഞങ്ങൾ പിന്തുണക്കുമെന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസിനെ ക്രൈസിസിലാക്കുകയും ആ ഭരണം തകിടമറിക്കപ്പെട്ടുകൊണ്ട് വീണ്ടും ഒരു പൊതു തെരഞ്ഞെടുപ്പിനെ നേരിട്ട് നരേന്ദ്രമോദി വൻ ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വരികയും ചെയ്യാവുന്ന തന്ത്രത്തിലേക്ക് ഈ CPIMന്റെ 2-3 MP കൊണ്ടുപോകുമെന്ന കാര്യം ഉറപ്പാണ്. സമസ്തയുടെ മുഖപത്രമായ സുപ്രഭാതം കത്തിച്ചതിനെതിരെ മുഖ്യമന്ത്രി രംഗത്തെത്തി. സമസ്തയുമായി പ്രശ്നങ്ങളില്ലെന്ന് വിശദീകരിക്കുന്നുണ്ടെങ്കിലും വോട്ട് ചോരുമോ എന്ന ആശങ്കയിലാണ് മുസ്ലിം ലീഗ്. 24 കോഴിക്കോട്. വോട്ട് മുടങ്ങുമെന്ന പരാതിയുമായി തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിലുള്ള ഉദ്യോഗസ്ഥർ. തപാൽ വോട്ടിന് അപേക്ഷിച്ചവർ വോട്ടിംഗ് ഫെസിലിറ്റേഷൻ സെന്ററിൽ പോയി വോട്ട് ചെയ്യണമെന്ന നിർദ്ദേശം പ്രായോഗികമല്ലെന്നാണ് പരാതി. തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിലുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്ക് വോട്ടവകാശം നിഷേധിക്കുന്നെന്നാരോപിച്ച് പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷനും രംഗത്തെത്തിയിട്ടുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് പോയ പോലീസ് ഉദ്യോഗസ്ഥർക്ക് വോട്ട് ചെയ്യാനുള്ള അവസരം നഷ്ടപ്പെടുന്നുവെന്നാണ് അസോസിയേഷന്റെ പരാതി. ഡ്യൂട്ടിക്ക് ശേഷം കേരളത്തിലേക്ക് മടങ്ങിയെത്തുന്നവർക്ക് കൌണ്ടിംഗ് ദിവസത്തിന് മുൻപായി വോട്ട് ചെയ്യാൻ അവസരം നൽകണമെന്നാണ് അസോസിയേഷന്റെ ആവശ്യം. നടപടിയുണ്ടായില്ലെങ്കിൽ കോടതിയെ സമീപിക്കാനാണ് തീരുമാനം. NRIs ആയിട്ടുള്ളവർക്കടക്കം പ്രോക്സി വോട്ട് സംവിധാനം ഏർപ്പെടുത്തി ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തിയിട്ടുള്ള ഈ രാജ്യത്ത്, ഈ നാട്ടിലെ ഇലക്ഷൻ പ്രക്രിയയിൽ കൃത്യമായ ഔദ്യോഗിക കൃത്യനിർവഹണത്തിന്റെ ഭാഗമായി നിയോഗിക്കപ്പെടുന്നവർക്ക് അത് നിഷേധിക്കപ്പെടുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കപ്പെടാൻ കഴിയുന്നതല്ല. തീർച്ചയായിട്ടും ഇത്തവണയും പകര സംവിധാനം ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷ ഇപ്പോൾ ഏതാണ്ട് ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് നീങ്ങിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ ഭാഗമായി മാറുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ 2500ഓളം പേരുണ്ട്, 1-2 അല്ല. അവർക്ക് വോട്ടവകാശം നിഷേധിക്കപ്പെടുന്നത് ഒരു കണക്കിലും നീതീകരിക്കാൻ കഴിയുന്നതല്ല.
അതിനൊരു പരിഹാരമുണ്ടായില്ലെങ്കിൽ അത് ശക്തമായ നിയമ നടപടികളുമായി സംഘടനകൾ തന്നെ കോടതിയെ സമീപിക്കാനുള്ള തീരുമാനവുമായിട്ടാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. തപാൽ വോട്ടിന് അപേക്ഷിച്ചവർ വോട്ടിംഗ് ഫെസിലിറ്റേഷൻ സെന്ററിൽ പോയി വോട്ട് ചെയ്യണമെന്ന നിർദ്ദേശം പ്രായോഗികമല്ലെന്നാണ് തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് നിയോഗിച്ച സർക്കാർ ഉദ്യോഗസ്ഥരുടെ പരാതി. വോട്ട് മുടങ്ങുമെന്നാണ് ആശങ്ക. പോസ്റ്റൽ ബാലറ്റ് ഇല്ലാത്ത സാഹചര്യമാണുള്ളത്. ഇപ്പോൾ കോഴിക്കോട് ജില്ലയിൽ 2 വോട്ടിംഗ് ഫെസിലിറ്റേഷൻ സെന്ററുകളാണുള്ളത്. വടകര കോൺസ്റ്റിറ്റ്യൂൻസിലെ വോട്ടിംഗ് ഫെസിലിറ്റേഷൻ സെന്റർ വടകര ഗസ്റ്റ് ഹൗസിലാണ്. കോഴിക്കോടുള്ളത് നമ്മുടെ സിവിൽ സ്റ്റേഷനിലും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ നിയോജക മണ്ഡലങ്ങളിൽ പോളിംഗ് ഡ്യൂട്ടിക്ക് അപ്പോയിന്റ്മെന്റ് നൽകിയിട്ടുള്ള ഉദ്യോഗസ്ഥർ അവരുടെ വോട്ടിംഗ് ഫെസിലിറ്റേഷൻ സെന്ററിൽ എത്തി വോട്ട് രേഖപ്പെടുത്തണം എന്നുള്ളതാണ് നിലവിൽ കിട്ടിയിട്ടുള്ള വിവരം. തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടി എവിടെയാണെങ്കിലും സ്വന്തം മണ്ഡലം ഉൾപ്പെടുന്ന ജില്ലാ കളക്ടറേറ്റുകളിലും വരണാധികാരികളുടെ ഓഫീസിലും സജ്ജമാക്കിയ വോട്ടർ ഫെസിലിറ്റേഷൻ സെന്ററുകളിൽ വോട്ട് രേഖപ്പെടുത്തണമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശം. 24 കോഴിക്കോട്. കാസർഗോഡ് ചീമേനിയിലെ ഇരട്ട വോട്ട് പരാതിയിൽ നടപടി. BLO M രവിയെ സസ്പെൻഡ് ചെയ്തു. പത്തനംതിട്ടയിൽ ഇടതുമുന്നണി കള്ളവോട്ടിനായി തിരിച്ചറിയൽ കാർഡ് ഉണ്ടാക്കുന്നുവെന്ന് ആരോപിച്ച് ആന്റണി പരാതി നൽകി. തൃശൂരിൽ നിരവധി പേരെ വോട്ടർ പട്ടികയിൽ അനധികൃതമായി ചേർത്തെന്നും പരാതി ഉയർന്നു. നമുക്കൊരു വീട്ടനായിരിക്കും ഇവിടെ ഇന്നലെ വന്നിട്ട് ജയറാമത്ത ചിരിക്കാനോട് പറഞ്ഞു ഇത് സംഭവം ഇങ്ങനെയാണ്. ഞാൻ പറഞ്ഞു അത് കുഴപ്പമൊന്നുമില്ലപ്പാ വോട്ട് ചെയ്യുന്ന ചെയ്തു വിട്ടത്. നമ്മത് ഇത്ര ഈസാക്കുന്നത് ഇത്. പക്ഷേ അവിടെ നിന്ന് വിളി വരുമ്പോൾ നമുക്ക് പേടിയായി. നമുക്ക് പ്രശ്നമാണ് ഇത്. ഇങ്ങനത്തെ റിപ്പോർട്ട് ചെയ്തിട്ടായിരിക്കും. അങ്ങനെ 3-4 കേസുണ്ട്. 20 നമ്പർ ബൂത്തിലെ BLO M രവിയുടെ ഓഡിയോ സന്ദേശവുമായാണ് ചീമേനി ചെമ്പ്രക്കാനം സ്വദേശി MV ശില്പരാജ് കലക്ടർക്ക് പരാതി നൽകിയത്. ശില്പരാജിന്റെ ഇരട്ട വോട്ട് റദ്ദാക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയതോടെ ഇക്കാര്യം അന്വേഷിക്കാൻ വീട്ടിലെത്തിയതായിരുന്നു BLO രവിയും സംഘവും. ഇതിനിടയിലാണ് 5 ഇരട്ട വോട്ടുകൾ കണ്ടെത്തിയെന്നും താനത് റിപ്പോർട്ട് ചെയ്യാത്തത് ഇടതുപക്ഷത്തിന് അധിക വോട്ട് ലഭിച്ചോട്ടെ എന്ന് കരുതിയാണെന്നും M രവി ശില്പരാജിനോട് പറഞ്ഞത്. അന്വേഷണ വിധേയമായാണ് M രവിക്കെതിരായ നടപടി. പത്തനംതിട്ടയിൽ ഇടതുമുന്നണി കള്ളവോട്ടിനായി തിരിച്ചറിയൽ കാർഡ് ഉണ്ടാക്കുന്നതായി ആരോപിച്ച് UDF തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. ഇടതുമുന്നണിക്കാർ കഴിഞ്ഞ ദിവസം പത്തനംതിട്ട ശാന്തി ഓഡിറ്റോറിയത്തിൽ ഒരു യോഗം ചേർന്നു. സ്ഥിരമായി ബാങ്ക് ഇലക്ഷനിൽ കള്ളവോട്ട് ചെയ്യാൻ പോകുന്ന 309 പേരുടെ യോഗമാണ് ചേർന്നത്. ഒരു CPM MLA ആണ് അവർക്ക് ക്ലാസ് എടുത്തത്. എന്ത് ജനാധിപത്യം! കള്ളവോട്ട് ചെയ്യുന്നവർക്ക് ക്ലാസ് എടുക്കാൻ ഒരു MLA പോകുന്നു എന്ന് പറഞ്ഞാൽ എന്ത് ജനാധിപത്യമാണ്? തൃശൂരിൽ അടഞ്ഞുകിടക്കുന്ന ഫ്ളാറ്റിലെ താമസക്കാരെന്ന പേരിൽ നിരവധി പേരെ വോട്ടർ പട്ടികയിൽ അനധികൃതമായി ചേർത്തെന്നും പരാതി ഉയർന്നു. 73 പേരുടെ വോട്ടുകൾ ചേർത്തുവെന്നാണ് LDFന്റെ പരാതി. തിരുവനന്തപുരം പാറശാലയിൽ ജീവിച്ചിരിക്കുന്ന 3 വയോധികരെ മരിച്ചെന്നുകാട്ടി വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയതായി ആരോപണമുണ്ട്. 24 കാസർഗോഡ്. സമൂഹ മാധ്യമങ്ങളിലൂടെയുള്ള അശ്ലീല പ്രചരണം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് വടകരയിലെ UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലിന് KK ശൈലജയുടെ വക്കീൽ നോട്ടീസ്. പരാമർശങ്ങൾ പിൻവലിച്ചു മാപ്പ് പറഞ്ഞില്ലെങ്കിൽ നിയമ നടപടി സ്വീകരിക്കുമെന്ന് മുന്നറിയിപ്പ്. അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നുവെന്ന് ആരോപിച്ച് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും ശൈലജയ്ക്കുമെതിരെ ഷാഫി പറമ്പിൽ DGPക്ക് പരാതി നൽകി. കൊല്ലത്തെ അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ അനീഷയുടെ ആത്മഹത്യയിൽ 2 പേർ അറസ്റ്റിൽ. പരവൂർ കോടതിയിൽ DDP അബ്ദുൾ ജലീൽ, APP ശ്യാംകൃഷ്ണ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. പരവൂർ കോടതിയിൽ ഹാജരാക്കിയ ഇരുവരെയും ജാമ്യത്തിൽ വിട്ടു. വിശദാംശങ്ങളുമായി അരുൺ രാജ് ചേരുകയാണ് കൊല്ലത്ത് നിന്ന്. അരുൺ, വിശദാംശങ്ങൾ. ക്രിസ്റ്റീന APP ആയിരുന്ന അനീഷ ആത്മഹത്യ ചെയ്ത കേസിലാണ് പരവൂർ കോടതിയിലെ DDP അബ്ദുൾ ജലീലിനെയും APP ശ്യാംകൃഷ്ണയെയും ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തത്. ഇന്നലെയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. തുടർന്ന് പരവൂർ കോടതിയിൽ ഹാജരാക്കിയ ഇരുവരെയും ജാമ്യത്തിൽ ഇപ്പോൾ വിട്ടിരിക്കുകയാണ്. ആത്മഹത്യാ പ്രേരണ കുറ്റമാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. മാനസിക സമ്മർദ്ദവും ജോലി സമ്മർദ്ദവും താങ്ങാതെയാണ് അനീഷ ായിരുന്നു അന്ന് പുറത്തു വന്ന വിവരങ്ങൾ. തുടർന്ന് അനീഷയുടെ ഈ ടെലിഫോൺ കോളുകളും അതുമായി ബന്ധപ്പെട്ട ശബ്ദരേഖകളിലും ഈ സഹപ്രവർത്തകരുടെ മാനസികമായ പീഡനമടക്കമുള്ള കാര്യങ്ങൾ വിവരിച്ചിരുന്നു. ഇതേ തുടർന്നാണ് ക്രൈംബ്രാഞ്ച്, ആദ്യം സിറ്റി ക്രൈംബ്രാഞ്ചും പിന്നീട് സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ചും ഈ കേസ് അന്വേഷിച്ചത്. ലോക്കൽ പോലീസിന് തുടക്കത്തിൽ വീഴ്ച വരുത്തിയെന്ന് ആരോപിച്ചായിരുന്നു സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ചിന് കേസ് കൈമാറിയത്. ഈ സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ചാണ് ആരോപണ വിധേയരായ 2 പേരെയും ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ കേസിൽ ക്രൈംബ്രാഞ്ച് തുടർ നടപടികൾ സ്വീകരിക്കുകയാണ്. അനീഷയുടെ ശബ്ദരേഖകളടക്കം പരിശോധിച്ച ശാസ്ത്രീയമായ പരിശോധനകളടക്കം ഈ ഫോൺ രേഖകളടക്കം ഉണ്ടാകും എന്നുള്ളതാണ് ക്രൈംബ്രാഞ്ച് വ്യക്തമാക്കുന്നത്. ശരി, വിശദാംശങ്ങൾ നൽകിയത് അരുൺ രാജാണ് കൊല്ലത്ത് നിന്ന്. മലേഷ്യയിൽ പരിശീലന പറക്കലിനിടെ ഹെലികോപ്റ്ററുകൾ കൂട്ടിയിടിച്ച് 10 മരണം. റോയൽ മലേഷ്യൻ നേവി പരേഡിനായുള്ള പരിശീലന പറക്കലിനിടെയാണ് അപകടമുണ്ടായത്.
ലൂമൂട്ട് നേവൽ ബേസിലാണ് അപകടമുണ്ടായത്. അപകടത്തിൽ എല്ലാവരും മരിച്ചതായി സ്ഥിരീകരിച്ചു. സംഭവത്തിൽ മലേഷ്യൻ നാവികസേന അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. സംഭവത്തിൽ മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം അനുശോചനം രേഖപ്പെടുത്തി. മറ്റു വാർത്തകൾ ചുരുക്കത്തിൽ. 8 പേരുടെ മരണത്തിനിടയാക്കിയ കളമശ്ശേരി സ്ഫോടന കേസിൽ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു. ആസൂത്രണം ചെയ്തത് നടപ്പാക്കിയതും തമ്മനം സ്വദേശി ഡൊമിനിക് മാർട്ടിൻ തനിച്ചെന്ന് കുറ്റപത്രം. ആലപ്പുഴയിൽ വയോധികയെ സഹോദരൻ കൊന്നു കുഴിച്ചുമൂടിയ സംഭവം ആസൂത്രിതമെന്ന് പോലീസ്. മൃതദേഹം കുഴിച്ചിട്ട സ്ഥലത്തേക്ക് വീടിന്റെ വരാന്ത നീട്ടാൻ ശ്രമിച്ചു. പ്രതി ബെന്നി സിമന്റും നിർമ്മാണ സാമഗ്രികളും ശേഖരിച്ചതായി കണ്ടെത്തൽ. മണിക്കൂറുകൾ നീണ്ട രക്ഷാപ്രവർത്തനം വിഫലമായി. തൃശൂർ പീച്ചിയിൽ കിണറ്റിൽ വീണ കാട്ടാന ചരിഞ്ഞു. ആനയ്ക്ക് അനക്കമില്ലെന്ന് കണ്ടത് രക്ഷാപ്രവർത്തനം തുടരുന്നതിനിടെ പ്രദേശത്ത് ആനശല്യം രൂക്ഷമെന്ന് നാട്ടുകാർ. മണിപ്പൂർ വിഷയമടക്കം ചൂണ്ടിക്കാട്ടി ഇന്ത്യയിൽ മനുഷ്യാവകാശ ലംഘനമുണ്ടെന്ന് അമേരിക്ക. മണിപ്പൂരിൽ വ്യാപക ചൂഷണം നടന്നു, ന്യൂനപക്ഷങ്ങൾ ആക്രമിക്കപ്പെടുന്നു, അഭിപ്രായ സ്വാതന്ത്ര്യം അടിച്ചമർത്തുന്നുവെന്നും US സ്റ്റേറ്റ് സെക്രട്ടറിയുടെ വിമർശനം. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്.